السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ജമാഅത്തിന് ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുകയായിരുന്നു ഖുതുബയിൽ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ്, സ്വർഗത്തിലേക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കലിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ മുൻകടന്നു വരണം, മത്സരിച്ചു വരണം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ മഗ്ഫിറത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പല വിശദീകരണവും പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് അൽ അഅമാലു സ്വാലിഹ അല്ലതി തൂജിബുൽ മഗ്ഫിറ, മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആവശ്യമായ എല്ലാ സൽക്കർമ്മങ്ങളും അതിലെല്ലാം നിങ്ങൾ മുൻപന്തിയിൽ വേണം എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. എന്നാൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ പറഞ്ഞ ഒരു വിശദീകരണം, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അസ്സഫുൽ അവ്വൽ, ഒന്നാം സഫ. നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് മുൻകടന്നു വരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒന്നാം സഫിലേക്ക് കയറി വരണം, മുന്നേറി വരണം, നിങ്ങൾ പിന്നിലായി പോകാൻ പാടില്ല എന്നാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം സഫിലേക്ക് മനുഷ്യനെ വിളിക്കാൻ കാരണം? അല്ലെങ്കിൽ ഒന്നാം സഫിന് എന്തിനാ മഗ്ഫിറത്ത് എന്ന് പറയുന്നത്? ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും വളരെ കൂടുതൽ കിട്ടും. എല്ലാവർക്കും കിട്ടും. ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും വളരെ കൂടുതൽ കിട്ടും. കാരണം ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മഗ്ഫിറത്തിനും റഹ്മത്തിനും പൊറുക്കലിനു വേണ്ടി തേടാനും കാരുണ്യം ചോദിക്കാനും സ്പെഷ്യൽ മലക്കുകളെ തന്നെ അള്ളാഹു തആല നിയമിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് അഫ്ളലു സുഫൂഫിർ റിജാലി അവ്വലുഹാ, പുരുഷന്മാരുടെ സഫുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സഫ് ഒന്നാം സഫാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ ചില ആളുകൾ പറഞ്ഞു, രണ്ടാം സഫിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഇമാമിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാണാനും ഇമാമിന്റെ ഖിറാഅത്ത് ശരിക്കും കേൾക്കാനും പറ്റുന്നതെങ്കിൽ രണ്ടാം സഫിലേക്ക് ഇറങ്ങി നിൽക്കലാണ് നല്ലത് എന്ന് ചില ആളുകൾ പറഞ്ഞു. അതിനെ തുഹഫയിൽ ഇബ്നു ഹജർ തങ്ങൾ ശക്തമായി ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നാം സഫിൽ നിൽക്കുന്നയാള് കുറച്ച് ദൂരേക്കങ്ങ് പോയത് കൊണ്ട് അയാൾക്ക് ഇമാമിന്റെ ഓത്ത് കേൾക്കാൻ പറ്റുന്നില്ല, ഇമാമിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വരെ രണ്ടാം സഫിലേക്കോ അതിനുശേഷമുള്ള സഫുകളിലേക്കോ ഇറങ്ങി നിൽക്കുന്നതിനേക്കാളും ഉത്തമം ഒന്നാം സഫിൽ നിൽക്കുന്നതാ. എന്തുകൊണ്ട്? ബിഅന്ന ഫിൽ അവ്വലി വൽ യമീനി മിൻ സ്വലാത്തില്ലാഹി വ മലായികതിഹി അലാ അഹ്ലിഹിമാ മാ യഫൂഖു സമാഅൽ ഖിറാഅത്തി വഗൈറാ. ഖിറാഅത്ത് കേട്ടാതിരുന്നാലും അല്ലെങ്കിൽ ഇമാമിന്റെ പ്രവർത്തനങ്ങൾ കാണാതിരുന്നാലും അതിനേക്കാളൊക്കെ മഹത്വമുള്ള വലിയ നേട്ടം ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതെന്താ? മിൻ സ്വലാത്തില്ലാഹി വ മലായികതിഹി, ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം. മലായിക്കത്തിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, നീ നിന്റെ വക റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ എന്ന്. ആ റഹ്മത്തിനോടും മഗ്ഫിറത്തിനോടും കിടപിടിക്കാൻ രണ്ടാം സഫിൽ നിന്നിട്ട് ഓത്ത് കേൾക്കുന്നതിനേക്കാളും രണ്ടാം സഫിൽ നിന്നിട്ട് ഇമാമിന്റെ പ്രവർത്തനങ്ങളെ കാണുന്നതിനേക്കാളൊക്കെ ഈ മലക്കുകളുടെ പ്രാർത്ഥന, അള്ളാഹുവിന്റെ അനുഗ്രഹം വലുതാണ്. അതുകൊണ്ട് ഒന്നാം സഫിൽ നിൽക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമമെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അത് മാത്രല്ല, ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വേറെ ഒരു നേട്ടമാണ് തൗഫീറുൽ ഖുശൂ. മറ്റു ഇതര സഫുകളിൽ നിൽക്കുന്നവർ അപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായ ഖുശൂ, ഭയഭക്തി, ആത്മാർത്ഥതക്ക് ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അവസരമുണ്ട്. എന്തുകൊണ്ട്? ബേക്കിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന സഫുകാരുടെ കാട്ടിക്കൂട്ടലും കൂടി കണ്ടിട്ട് ആത്മാർത്ഥത കുറയാൻ സാധ്യതയുണ്ട്. ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ആരെയും കാണേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആത്മാർത്ഥത കൂടാനുള്ള സാധ്യത ഏറെയാണ് ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, റൗള ഷരീഫിൽ നിൽക്കുന്നതിനേക്കാളും വരെ ഒന്നാം സഫിൽ നിൽക്കുന്നതിനേക്കാണ് മഹാന്മാർ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. മദീനത്തെ പള്ളിയിൽ റൗള ഷരീഫിൽ നിന്നാൽ
ഒന്നാം സഫെല്ലാം ഫുള്ളായിട്ടുണ്ട്, രണ്ടാം സഫിലേക്ക് ഇറങ്ങി നിൽക്കണം. അതേസമയം റൗളയുടെ പുറത്ത് ഒന്നാം സഫിൽ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ റൗളയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ വരെ ഒന്നാം സഫിൽ നിൽക്കുന്നതിനേക്കാണ് പ്രാധാന്യം കൂടുതൽ. അതും പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇനി മദീനത്തെ പള്ളിയുടെ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന മദീനത്തെ പള്ളിയുടെ പുറത്തേക്ക് സഫ് നീണ്ടുപോയാൽ മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ 2ഓ 3ഓ സഫിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടി വരും. ഒന്നാം സഫിൽ നിൽക്കുമ്പോൾ മദീനത്തെ പള്ളിയുടെ പുറത്തുമായി പോകും. എങ്കിൽ വരെ ഒന്നാം സഫിനാണ് പ്രാധാന്യം കൂടുതൽ. റൗള ഷരീഫിൽ നിസ്കരിക്കുന്നതിനേക്കാളും മദീനത്തെ പള്ളിയിൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളൊക്കെ ഒന്നാം സഫിനൊരു അവസരമുണ്ടെങ്കിൽ അതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് എല്ലാ ഫുഖഹാക്കളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാണ് അതിന്റെ ഒരു പ്രാധാന്യം? ഇനി മസ്അലകൾ എടുത്തു നോക്കിയാലോ, ഉളു പുതുക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, ഉളു പുതുക്കി വരുമ്പോഴത്തേക്കും ഒന്നാം സഫ് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ ഉളു പുതുക്കൽ സുന്നത്തില്ല. അതിനേക്കാളും പ്രധാനപ്പെട്ടതാ ഒന്നാം സഫ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് വേണ്ടിയിട്ട് സ്ഥലം മാറൽ സുന്നത്തുണ്ട്. പക്ഷേ സ്ഥലം മാറുമ്പോഴത്തേക്കും അയാൾ ഒന്നാം സഫിന്ന് പുറത്തായി പോകും. അങ്ങനെയാണെങ്കിൽ സ്ഥലം മാറണ്ട, നിസ്കരിച്ച അതേ സ്ഥലത്തിൽ നിസ്കരിക്കട്ടെ. നിസ്കാരങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാവാൻ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോട്ടെ. ഇഖാമത്ത് പൂർണ്ണമായി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് വരലാണ് മഅ്മൂമീങ്ങൾക്ക് സുന്നത്ത്. സഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഖാമത്ത് തീർന്ന ശേഷം എഴുന്നേക്കലാ സുന്നത്ത്. പക്ഷേ അത് പറഞ്ഞപ്പോ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരാൾ ഒന്നാം സഫ് ലക്ഷ്യം വെക്കുകയും ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഇഖാമത്ത് തീർന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഒന്നാം സഫും ഇമാമിന്റെ കൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഖാമത്ത് തീരാൻ കാത്തുക്കണ്ട, ഇടയിൽ കൂടി എണീച്ചു വരട്ടെ. അപ്പൊ എത്ര പ്രധാനപ്പെട്ട സുന്നത്തുകളെല്ലാമാണ് ഒന്നാം സഫിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് ഒന്നാം സഫിൽ നിൽക്കുക എന്നത്. അതാണ് മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ലവാഖിഉൽ അൻവാറിൽ പറഞ്ഞത്, അഖദ അലൈനൽ അഖ്ദൽ ആം, അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ഒരു കരാറാണ്, അല്ലാ നഖിഫ ഇല്ലാ ഫി സഫിൽ മുഖദ്ദം, മുമ്പിലത്തെ സഫിലേ നിൽക്കാൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് നമ്മൾ ബേക്കിലെ സഫിലേക്ക് ഇറങ്ങി നിൽക്കാൻ പാടില്ല. അവസരം ഉണ്ടായിട്ടും ഒന്നാം സഫ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, പഴയകാല മുൻഗാമികൾ ഒന്നാം സഫ് കിട്ടാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാം സഫിന്റെ മഹത്വം വേണ്ട പോലെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ മുട്ടുകുത്തി ഏഞ്ഞിട്ട് വരെ ഒന്നാം സഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടു വരുമായിരുന്നു. അതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ. പൂർവകാല മഹാന്മാർക്ക് അതിന്റെ വില ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ലവാഖിഉൽ അൻവാറിൽ പറഞ്ഞു, പൂർവകാല സലഫ് സ്വാലിഹ്കളിൽപ്പെട്ട ഒരു മനുഷ്യൻ 27 കൊല്ലക്കാലം ഒരൊറ്റ ഒരു ജമാഅത്തും ഒന്നാം സഫിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. എല്ലാ ജമാഅത്തും ഒന്നാം സഫ് തന്നെ നിസ്കരിച്ചു. ഒരൊറ്റ ഒരു ദിവസം മാത്രം ഓർക്ക് ഒന്നാം സഫ് കിട്ടിയില്ല. അതിന്റെ പേരിൽ ആ മഹാനവറുകൾ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ആ ഒരൊറ്റ ഒരു ദിവസത്തെ നിസ്കാരം 27 കൊല്ലം ആവർത്തിച്ചു. ഒരൊറ്റ ഒരു ദിവസത്തെ നിസ്കാരം 27 കൊല്ലം ഒന്നാം സഫിൽ കിട്ടാത്തതിന്റെ പേരിൽ ആവർത്തിച്ചു എന്ന് ലവാഖിഉൽ അൻവാറിൽ പറയുന്നുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് അത് പറ്റൂല അല്ലെ? ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു നിസ്കാരം സമയത്തിൽ ഒരൊറ്റേ മടക്കാൻ പറ്റുള്ളൂ. അത് വേറെ ഏതെങ്കിലും മദ്ഹബോ അല്ലെങ്കിൽ മഹാനവറുകൾ ഏതെങ്കിലും മുജ്തഹിദോ മറ്റാവാം. ഏതായാലും അവർക്ക് ഒന്നാം സഫ് നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള സങ്കടം എത്രയാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് ഒന്നാം സഫിൽ നിൽക്കുക എന്നത്. അതുകൊണ്ട് കൈബിന്റെ പരമാവധി ഒന്നാം സഫിൽ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.